ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസുഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞിട്ടുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് ഹജ്ജിൽ നിന്നുള്ള 6-7 വചനങ്ങളാണ് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ അന്ത്യനാളിൻ്റെ ഭയാനകതയെ സംബന്ധിച്ചും അന്ന് നടക്കുന്ന ഭീകരമായ 2-3 കാര്യങ്ങളെ സംബന്ധിച്ചും പിന്നീട് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറില്ലാത്തവരോട് തങ്ങളുടെ സ്വന്തം സൃഷ്ടിയെപ്പറ്റി ഒന്ന് ചിന്തിക്കണമെന്നും അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നത് മാത്രം മതി രണ്ടാമതൊരു ജീവിതം അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാകുവാൻ എന്നുള്ള കാര്യങ്ങളെല്ലാമായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചത്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് നോക്കാം. ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്. ദാലിക എന്ന് പറഞ്ഞാൽ അത് എന്നർത്ഥം. ബിഅന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഹുവൽ ഹഖ് അവൻ ആരാണ്? അവൻ യഥാർത്ഥമായുള്ളവനാണ് അല്ലെങ്കിൽ സ്ഥിരമായുള്ളവൻ ആണ് എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം എന്ന്. ഏത് കാര്യം? തൊട്ടുമുകളിൽ പറഞ്ഞ ബാസിനെ പറ്റി അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് എന്ന കാര്യത്തിൽ സംശയാലുക്കളായ ആളുകൾക്ക് സ്വന്തം സൃഷ്ടിപ്പിനെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചു പഠിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏതാനും കാര്യങ്ങൾ അള്ളാഹു സൂചിപ്പിച്ചു എന്നുള്ളത് ബി അന്നല്ലാഹ ഹുവൽ ഹഖ്. തീർച്ചയായും അത് അള്ളാഹു തന്നെയാണ് സ്ഥിരയാഥാർത്ഥ്യമുള്ളവൻ എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല വ അന്നഹു തീർച്ചയായും അള്ളാഹു യുഹിയിൽ മൗത്ത മരിച്ചവരെ അള്ളാഹു ജീവിപ്പിക്കുന്നു. അഹ്യ യുഹി എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്നു. അൽ മൗത്ത ആരെ? മരണപ്പെട്ടവരെ. വ അന്നഹു മാത്രമല്ല അവനാണെന്നത് കൊണ്ടും. വാവക്ക് അവിടെ അത്തുഫിന്റെ വാവാണ്, നമ്മൾ മനസ്സിലാക്കണം. മുകളിൽ പറഞ്ഞ കാര്യത്തോട് ആഡ് ചെയ്ത് പറയുകയാണ്. വ അന്നഹു നിശ്ചയമായും അവനാണ് എന്നുള്ളത് കൊണ്ടും. എന്ത്? അലാ കുല്ലി ഷൈഇൻ ഖദീർ എല്ലാത്തിനും എല്ലാ കാര്യത്തിനും അവൻ കഴിവുള്ളവനാണ് എന്നുള്ളതുമാണ് അതിന് കാരണമെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങളെയാണ് വിശദീകരിച്ച് അല്ലെങ്കിൽ മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ് എന്നുള്ളതിന് തെളിവ് പറഞ്ഞത്. ആ ഒരു തെളിവ് അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിക്കുന്നതിലൂടെ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ള ആ കാര്യം, അല്ലെങ്കിൽ അത്രയും വലിയ പരമയാഥാർത്ഥ്യം അള്ളാഹു ചെയ്തത് എന്തുകൊണ്ടാണ്? അള്ളാഹു തന്നെയാണ് സ്ഥിരയാഥാർത്ഥ്യമുള്ളവൻ എന്നുള്ളത് കൊണ്ടും അള്ളാഹു തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ എന്നുള്ളത് കൊണ്ടും അള്ളാഹു തന്നെയാണ് എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ എന്നുള്ളത് കൊണ്ടുമാണ് എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊട്ടുമുകളിൽ വിവരിച്ച ആ 2 കാര്യങ്ങളും വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെയെല്ലാം അള്ളാഹു പ്രവർത്തിച്ചു എന്നുള്ളത് അവൻ എന്താണ്? നിശ്ചയം അവൻ തന്നെയാണ് യാഥാർത്ഥ്യമുള്ളവൻ എന്നുള്ളതാണ്.
അപ്പോൾ അള്ളാഹു മാത്രമാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തിയുള്ളവൻ, മഹാകഴിവുള്ളവൻ അവൻ തന്നെയാണ് എന്നും അവൻ അങ്ങനെയുള്ള ശക്തി മറ്റാർക്കുമില്ല എന്നുള്ളത് കൊണ്ടും ആണ് അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ചെയ്തത്, അഥവാ സൃഷ്ടികർമ്മം നടത്തിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹു മാത്രമാണ് സാക്ഷാൽ ദൈവം, യഥാർത്ഥ ദൈവം എന്നും അവൻ മാത്രമാണ് സ്ഥിരമായി നിലകൊള്ളുന്നവൻ എന്നും ആണ് ഇന്നല്ലാഹ ഹുവൽ ഹഖ് എന്നുള്ളത് കൊണ്ട് അള്ളാഹു അർത്ഥമാക്കുന്നത്. അതല്ലാത്തതെല്ലാം തീർച്ചയായും സത്യത്തിലുള്ള സ്ഥിരയാഥാർത്ഥ്യമുള്ളവൻ അള്ളാഹുവാണ് എന്നുള്ളതും മറ്റുള്ളതെല്ലാം അസ്ഥിരവും നാശമടയുന്നതുമാകുന്നു എന്നുള്ള വലിയ ഒരു കാര്യം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു തആല ഈ കാര്യങ്ങളെയെല്ലാം മുകളിൽ പറഞ്ഞ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ ആ സൃഷ്ടിപ്പെന്ന മഹൽ കൃത്യം അള്ളാഹു ചെയ്തത് മാതൃകയില്ലാതെയാണ് അള്ളാഹു ചെയ്യുന്നത്. ഒരു വസ്തുവിനെ മറ്റൊന്നായി മാറ്റുവാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റ ഇല്ലാതെയാക്കുവാനുള്ള കഴിവ് അള്ളാഹുവിനുണ്ട്, ഇല്ലാത്ത ഒന്നിൽ നിന്ന് പുതിയതിനെ നിർമ്മിക്കുവാനുമുള്ള കഴിവ് അള്ളാഹുവിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്? മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാനും അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ കാണിക്കുന്നതും അതുകൊണ്ടാണ്. ഏതുകൊണ്ട്? ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഉള്ള ഒരു വസ്തുവിനെ മറ്റൊരു രൂപമാക്കി മാറ്റി, അല്ലെങ്കിൽ ഉള്ള ഒരു വസ്തുവിനെ ഇല്ലാതെയാക്കാനൊക്കെ ഉള്ള കഴിവ് അള്ളാഹുവിനുള്ളത് പോലെ തന്നെ, അങ്ങനെയൊക്കെ അള്ളാഹുവിന് കഴിയുന്നത് പോലെ അള്ളാഹു എന്തും ചെയ്യും എന്നുള്ളത് ഇവിടെ സ്ഥാപിക്കുകയാണ്. അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാനും കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു ഇവിടെ ആണയിട്ട് പറയുകയാണ്. അന്നഹു യുഹ്യിൽ മൗത. രണ്ടാമത്തെ കാര്യം അതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നാണ് അല്ലേ? അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊന്നും ചെയ്യാൻ അള്ളാഹുവിന് ഒട്ടും ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ പ്രയാസമില്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു തആല അതിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ ഈ ആയത്ത് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് എന്തിനാണ്? ദാലിക ബി അന്നല്ലാഹ. ദാലിക്കയുടെ മീനിങ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്തു വെച്ച വലിയൊരു സംഭവം അല്ലെങ്കിൽ വലിയൊരു മഹൽ കൃത്യം, മനുഷ്യനാകുന്ന മനുഷ്യരെ സൃഷ്ടിച്ച രൂപം വളരെ വ്യക്തമായി 5-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല സവിസ്തരം പ്രസ്താവിച്ചല്ലോ, നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കിയതാണ്. അതൊക്കെ അള്ളാഹുവിന് ചെയ്യാൻ കഴിഞ്ഞത് സത്യത്തിൽ അള്ളാഹു മാത്രമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളവനെന്നും അല്ലാത്തതെല്ലാം സ്ഥിരമായി നിലനിൽക്കാത്തതാണ് എന്നും അല്ലെങ്കിൽ അസ്ഥിരമായതും നാശമടയുന്നതാണ് എന്നും ഉള്ളത് കൊണ്ടാണ്. അല്ല എങ്കിൽ മുകളിൽ പറഞ്ഞ ആ കാര്യം അള്ളാഹു ചെയ്തത് അള്ളാഹു എല്ലാത്തിനെയും വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിയുന്നവനാണ് എന്ന് തെളിയിക്കുകയാണ്. അതാണ് യുഹ്യിൽ മൗത. മരിച്ചവരെ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുന്നു. അതാണല്ലോ നമ്മളുടെ വിഷയം. ബഅസില് ഡൗട്ടുള്ളവർക്കാണല്ലോ തൊട്ടു മുകളിൽ പറഞ്ഞ 5-ാമത്തെ ആയത്തിന് തൊട്ടു മുകളിൽ പറഞ്ഞ ആയത്തിൽ നിന്നാണ് നമ്മൾ അതിലൂടെ ഇങ്ങനെ വരുന്നത് അല്ലെ? പുനർജന്മത്തില് രണ്ടാമതൊരു ജീവിതത്തില് സംശയാലുക്കളായ ആളുകൾക്ക് അതിന് അള്ളാഹുവിന് കഴിവുണ്ട് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല തെളിയിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുന്നത് വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് തഫ്സീറിൽ കാണാൻ സാധിക്കും, മനുഷ്യനും സസ്യവർഗങ്ങളും മാത്രമല്ല ഈ ഭൂമിയിലുള്ളതെല്ലാം തന്നെ നിത്യേന വന്നും പോയും ഉത്ഭവിച്ചും നശിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനുഷ്യന്റെ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ ഭൂമിയിലുള്ള മനുഷ്യൻ എന്ന് മാത്രമല്ല മുഴുവൻ ലതാദികള്, വർഗങ്ങള്, ജന്തുജീവജാലങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ ഈ ലോകം തന്നെ ഒരിക്കൽ നശിച്ചു പോകുമെന്നും വീണ്ടും ഇതിന് അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കുമെന്നും ഉള്ളതിന് അവൻ കഴിവുള്ളവനാണ് എന്ന് പറയുകയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ ഒരു വചനം സൂറത്ത് അഹ്ഖാഫിന്റെ 33-ാമത്തെ ആയത്തിലൂടെ പ്രിയമുള്ളവരെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതുപോലെ ഇന്ന സഅത ആതിയത്തുൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 2-ാമത്തെ ആയത്ത് പറഞ്ഞല്ലോ,
അതിലേക്കാണ് നമ്മൾ വരുന്നത്. 7-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിഷയത്തിന്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നുള്ളതും അന്ത്യനാൾ സംഭവിക്കും എന്നുള്ളതും സ്ഥാപിച്ചു വരികയാണല്ലോ. അവിടെ നമുക്ക് 7-ാമത്തെ ആയത്ത് വായിച്ചതിന് ശേഷം അതിൻ്റെ വിശദീകരണം നമുക്ക് അവിടെ സൂചിപ്പിക്കാം. ഇവിടെ നമ്മൾ ഈ 6-ാമത്തെ ആയത്ത് പഠിക്കുമ്പോൾ സൂറത്ത് അഹ്ഖാഫിലെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇതുപോലെ ഒരു കാര്യം പറയുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? അള്ളാഹുവിൻ്റെ കഴിവിനെ പറ്റി. അതായത് അള്ളാഹുവിൻ്റെ കഴിവ് വലിയതും ഭാരിച്ചതുമായി എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനെ ചെറിയത് സൃഷ്ടിക്കുവാൻ യാതൊരുവിധ പ്രയാസവുമില്ല. അല്ലെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് ഇതെല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിന് ഇതെല്ലാം നശിച്ചു പോയതിന് ശേഷം വീണ്ടും ഒരു പുനർജന്മം നൽകുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതിന് തെളിവായിട്ട് സൂറത്ത് അഹ്ഖാഫിൻ്റെ 33-ാമത്തെ ആയത്ത് നമ്മൾക്ക് ഇതിൻ്റെ വിശദീകരണമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അവലം യറൗ അന്നല്ലാഹ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വലം യഗ്യ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത എന്നാണ് അവിടെ പറഞ്ഞത്. എന്താണ്? അവയെ സൃഷ്ടിച്ചതുകൊണ്ട് ക്ഷീണിക്കാതിരിക്കുകയും ചെയ്ത അള്ളാഹു എന്നാണ് പറഞ്ഞത്. വലം യഗ്യ ബിഖൽഖിഹിന്ന, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് കൊണ്ട് അള്ളാഹുവിന് ക്ഷീണം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത. കണ്ടോ, ഇതേ വിഷയമാണ്. മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട് എന്ന് അഹ്ഖാഫിന്റെ 33-ാമത്തെ ആയത്തിന്റെ വിശദീകരണമൊക്കെ എടുത്തു വായിച്ചാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനിയോ 7-ാമത്തെ ആയത്തിൽ എന്താണ് അള്ളാഹു പറയുന്നത് നോക്കാം. നമുക്കറിയാം, ശ്രദ്ധയുള്ള നൂനിനെ 2 സെക്കൻഡ് ഒന്ന കൊടുത്തുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യണം. അന്ത്യസമയമാണെന്നത് കൊണ്ടും, കണ്ടോ, ആയത്ത് അത്തഫിന്റെ വാവ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിലേക്കുള്ള കാര്യത്തിലേക്ക് ആഡ് ചെയ്ത് പറയുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും അന്ത്യനാളും അതെന്താണ്? ആത്തിയത്തുൻ, അത് വരുന്നത് തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അതാണ് ലാ റൈബ ഫീഹ, അതിൽ യാതൊരുവിധ ഡൗട്ടുമില്ല, സംശയവുമില്ല. മാത്രമല്ല വഅന്നല്ലാഹ യബ്ഗസു മൻ ഫിൽ ഖുബൂർ, കണ്ടോ, തീർച്ചയായും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ബഅസ യബ്ഗസു, അതിലാണല്ലോ സംശയാലുക്കളുള്ളത് അല്ലേ? രണ്ടാമതൊരു ജീവിതം ഉണ്ടാകുമോ എന്നുള്ളതിലാണല്ലോ സംശയം. അതിനെ എടുത്തുകൊണ്ടല്ല പറയുന്നു അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ആരെ? മൻ, ഒരു വിഭാഗം ആളുകളെ അല്ലെങ്കിൽ മനുഷ്യരെ, ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളതിനെ എന്നാണ്. മം ഫിൽ ഖുബൂർ ഒന്നിച്ച് നമ്മൾ അർത്ഥം പറയുമ്പോൾ ഖബറുകളിലുള്ളവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. അത് അങ്ങനെ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നിച്ചുള്ള അർത്ഥം വായിച്ചുകൊണ്ട് അതിൻ്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 7-ാമത്തെ ആയത്തിൻ്റെ അതേപോലെ ഇവിടെ അന്ത്യനാൾ സംഭവിക്കുമെന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്. ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പല രൂപത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല അന്ത്യനാൾ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ശൈലി നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അങ്ങനെയുള്ള അന്ത്യനാൾ തീർച്ചയായും വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അന്ന സാഅത എന്ന് പറഞ്ഞതുപോലെ ഈ സൂറത്ത് അഹ്ഖാഫിൻ്റെ ഈ ഒരു വചനത്തില്, സൂറത്ത് അഹ്ഖാഫ് അല്ല, സൂറത്ത് ത്വാഹയുടെ 15-ാം വചനത്തിൽ അള്ളാഹു പറയുകയാണ് അന്ന സാഅത, തീർച്ചയായും അന്ത്യനാൾ എന്താണ്? ആത്തിയത്തുൻ, അത് വരിക തന്നെ ചെയ്യും. അകാദു ഉഖ്ഫീഹ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ഗ. നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെ വായിച്ച് വിശദീകരണമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. വ ഇന്ന സാഅത ലആതിയത്തുൻ ഫസ്ഫഹി സ്വഫ്ഹൽ ജമീൽ എന്ന് നമ്മൾക്ക് സൂറത്തുൽ ഹിജ്റിന്റെ 85-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. തീർച്ചയായും അന്ത്യസമയം വരിക തന്നെ ചെയ്യുമെന്നും അതിനാൽ നീ ഭംഗിയായി മാപ്പ് ചെയ്തു കൊള്ളുക എന്ന് പറയുന്ന വളരെ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരായത്ത്. അതുപോലെ സൂറത്ത് മുർസലാത്തിന്റെ 7-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യം സംഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ 7-ാമത്തെ വചനത്തിനെ നമ്മൾ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അതേ ശൈലിയിൽ വരുന്ന അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ആണയിട്ട് പറയുന്ന ആയത്തുകൾ നമ്മൾ കണ്ടെത്തുകയും പഠിക്കുകയും അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. കാര്യങ്ങളെ വളരെ ഭംഗിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും ഖുർആനിനെ അതിൻ്റെ തനതായ രൂപത്തിൽ ആഴത്തിൽ പഠിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാം അനുഗ്രഹിച്ച് പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളായി മരണം വരെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.